ഇതിൽ ആദ്യത്തെ ഒരു പ്രധാന സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഇന്നും റിപ്പീറ്റായിട്ട് കാണുന്ന, അല്ല സിനിമയായാലും പാട്ടുകളായാലൊക്കെ നമ്മൾ നെഞ്ചിലേറ്റിയ ഹിസ് ഹൈനസ് അബ്ദുള്ള. അതൊരു മാർച്ച് അവസാനമാണ് ആ ഒരു സിനിമ റിലീസാവുന്നത്. അതായത് സ്കൂളൊക്കെ അടച്ച് വെക്കേഷനൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ഹിസ് ഹൈനസ് അബ്ദുള്ളനെ കുറിച്ച് പറയുമ്പോൾ സിബി മലയിൽ ലോഹിദാസ് മോഹൻലാൽ കൂട്ടുകെട്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം കിരീടം ഇവരുടെ തന്നെ ഒരു കോമ്പിനേഷനിൽ വന്ന ഈ ഒരു 3 പേരുടെ ഒരു കോമ്പിനേഷനിൽ വന്ന സിനിമയായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ പറയുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലേക്ക് വരുന്നത്. 89-ലായിരുന്നു കിരീടമൊക്കെ. അപ്പം 1990-ലെ ഇവരുടെ കോമ്പിനേഷനിലെ ഒരു സിനിമ. ഇതിന് ശേഷം 91, 92 ഈ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ക്രിസ്മസിന് ഇവരുടെ ഓരോ സിനിമകൾ സംഭവിച്ചിരുന്നു. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. എങ്കിലും ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു എന്താ പറയുക, ഒരു സിനിമകളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ തിയേറ്റേഴ്സിനായിട്ട് ഇവർക്കൊക്കെ ഒരു അഗ്രിമെന്റ്. അതായത് മാർച്ച് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച സിബി മലയിൽ മോഹൻലാൽ ലോഹിദാസ് ടീമിന്റെ സിനിമ, അതെല്ലാം മോഹൻലാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രണവ് വാട്സിന്റെ പേരിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ അവരുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് ഒക്കെ. അപ്പൊ അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ മാർച്ചിലെ വെള്ളിയാഴ്ച വന്ന 90 വന്ന സിനിമയായിരുന്നു ഹിസ് ഹൈനസ് അബ്ദുള്ള. ഒരു സിനിമ നമുക്ക് ആ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ നമ്മളൊന്നും പറയേണ്ട. രവീന്ദ്ര മാഷ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് അതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയും. ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് രവീന്ദ്ര മാഷിന്റെ വേറെ കുറേ തരത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ 90-കളിൽ ഇന്നും നമ്മൾ റിപ്പീറ്റായിട്ട് കേൾക്കുന്ന പാട്ടുകളൊക്കെ വന്നത്. ഗൗതമി, മറ്റേ തിലകനല്ല, തിക്കുറിശി, നെടുമുടി വേണു, തിലകനില്ല, പിന്നീടാണല്ലോ തിലകൻ പറഞ്ഞ തിലകൻ എന്ന സിനിമയിൽ കട്ട് ചെയ്തു എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയെന്ന്. ശരിക്കും നമുക്ക് ആ സിനിമയുടെ ഒരു വൺലൈനൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആക്ഷൻ ത്രില്ലർ, ഒരു അണ്ടർവേൾഡ് മൂഡിലൊക്കെ ഉള്ള ഒരു കഥയൊക്കെയായിട്ട് തോന്നുമെങ്കിലും അത് ആ ഒരു സിനിമയെ എങ്ങനെ ഒരു മ്യൂസിക്കൽ, ഒരു ക്ലാസിക്കൽ സിനിമയാക്കി, കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമയൊക്കെ ആക്കി മാറ്റി എന്നൊക്കെ പറയണതൊക്കെ ഇവരുടെയൊക്കെ ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ ആ ഒരു സിനിമയായിരുന്നു ആ ഒരു സീസണിൽ ഇറങ്ങിയ ആദ്യത്തെ ഒരു സിനിമ.